ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം ജൂൺ 26 എന്താണ്? അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. അപ്പോൾ ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരാളാണെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ടും കാണുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് സമയമൊന്നും കളയണ്ട, പെട്ടെന്ന് തന്നെ ഓരോ ചോദ്യമായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: കേരളത്തിൽ മയക്കുമരുന്ന് ശൃംഖലകളെ തകർക്കാനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പുതിയ പദ്ധതി. കേരളത്തിൽ മയക്കുമരുന്ന് ശൃംഖലകളെ തകർക്കാനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പുതിയ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്പറേഷൻ തൂഫാൻ. ഏതാണ്? ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്ന്? ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്ന്? ഉത്തരം 2026 ജൂൺ 2. 2026 ജൂൺ 2 ഓപ്പറേഷൻ തൂഫാൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ സംസ്ഥാനതല നോഡൽ ഓഫീസർ ആരാണ്? ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ സംസ്ഥാനതല നോഡൽ ഓഫീസർ ആരാണ്? ഉത്തരം പുട്ട വിമലാദിത്യ. അദ്ദേഹത്തിൻ്റെ പേരാണ് പുട്ട വിമലാദിത്യ. ഓപ്പറേഷൻ തൂഫാൻ്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംസ്ഥാനതല നോഡൽ ഓഫീസറാണ് പുട്ട വിമലാദിത്യ. ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് പദവിയിലിരിക്കുന്ന പുട്ട വിമലാദിത്യ IPS ആണ് ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ നോഡൽ ഓഫീസർ. അപ്പോൾ എല്ലാവരും പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം ഇതാണ്: ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിൻ്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകാൻ മുന്നിട്ടിറങ്ങിയ തൂഫാൻ വാരിയറായ പ്രമുഖ ചലച്ചിത്ര താരം ആര്? ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിൻ്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകാൻ മുന്നിട്ടിറങ്ങിയ തൂഫാൻ വാരിയർ ആയ പ്രമുഖ ചലച്ചിത്ര താരം ആരാണ്? ഉത്തരം മോഹൻലാൽ. ആരാണ്? മോഹൻലാലാണ് ഓപ്പറേഷൻ തൂഫാൻ വാരിയർ ആയിട്ടുള്ള പ്രമുഖ ചലച്ചിത്ര താരം. അടുത്ത ചോദ്യം ഇതാണ്: ഓപ്പറേഷൻ തൂഫാന്റെ 3 പ്രധാന തൂണുകൾ ഏതൊക്കെയാണ്? ഉത്തരം ഇതാണ്: തൂഫാൻ സ്ട്രൈക്സ്, തൂഫാൻ വാരിയേഴ്സ്, തൂഫാൻ കെയർ. ഏതൊക്കെയാണ്? തൂഫാൻ സ്ട്രൈക്സ്, തൂഫാൻ വാരിയേഴ്സ്, തൂഫാൻ കെയർ. അപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിന് 3 പ്രധാന ഭാഗങ്ങളാണുള്ളത്. റെയ്ഡുകൾക്കായുള്ള തൂഫാൻ സ്ട്രൈക്സ്, ബോധവൽക്കരണത്തിനായുള്ള തൂഫാൻ വാരിയേഴ്സ്, ലഹരിക്ക് അടിമപ്പെട്ടവരുടെ പുനരധിവാസത്തിനുള്ള തൂഫാൻ കെയർ. 3 പോയിന്റ്സും പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. 2026 ജനുവരി 11 ഡൽഹി സർവകലാശാലയിൽ മയക്കുമരുന്ന് രഹിത ക്യാമ്പസ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് ആര്? 2026 ജനുവരി 11 ഡൽഹി സർവകലാശാലയിൽ മയക്കുമരുന്ന് രഹിത ക്യാമ്പസ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഉത്തരം ശ്രീ CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ CP രാധാകൃഷ്ണനാണ് 2026 ജനുവരി 11 ഡൽഹി സർവകലാശാലയിൽ മയക്കുമരുന്ന് രഹിത ക്യാമ്പസ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ചോദ്യം ഇതാണ്: പുകയിലയിൽ അടങ്ങിയിട്ടുള്ള വിഷവസ്തു. പുകയിലയിൽ അടങ്ങിയിട്ടുള്ള വിഷവസ്തു ഏതാണ്? ഉത്തരം നിക്കോട്ടിൻ. പുകയിലയിൽ അടങ്ങിയിട്ടുള്ള വിഷവസ്തുവാണ് നിക്കോട്ടിൻ. പുകയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. പുകയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഉത്തരം ചൈന. പുകയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ചൈന. അടുത്ത ചോദ്യം നോക്കാം. പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ്? പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്നത്? ഉത്തരം പോർച്ചുഗീസ്. പോർച്ചുഗീസുകാരാണ് പുകയില ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അടുത്ത ചോദ്യം: കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല ഏത്? കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല ഏതാണ്? ഉത്തരം
കോട്ടയം. കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ലയാണ് കോട്ടയം. അടുത്ത ചോദ്യം നോക്കൂ. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് ഏതാണ്? ഉത്തരം കാഞ്ചിയാർ. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്താണ് കാഞ്ചിയാർ. ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം ഏതാണ്? ഉത്തരം വരുന്നത് കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരമാണ് കോഴിക്കോട്. ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം ഇതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മദ്യ ദുരന്തം. കേരളത്തിലെ ഏറ്റവും വലിയ മദ്യ ദുരന്തം ഏതായിരുന്നു? ഉത്തരം വൈപ്പിൻ മദ്യ ദുരന്തം. കേരളത്തിലെ ഏറ്റവും വലിയ മദ്യ ദുരന്തമാണ് വൈപ്പിൻ മദ്യ ദുരന്തം. അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിരുദ്ധ ഗ്രാമം. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിരുദ്ധ ഗ്രാമം ഏതാണ്? ഉത്തരം വരുന്നത് കൂളിമാട്. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിരുദ്ധ ഗ്രാമമാണ് കൂളിമാട്. ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ലോക എയ്ഡ്സ് ദിനം എന്നാണ്? ലോക എയ്ഡ്സ് ദിനം എന്നാണ്? ഉത്തരം വരുന്നത് ഡിസംബർ 1. ലോക എയ്ഡ്സ് ദിനം എന്നാണ്? ഡിസംബർ 1-നാണ്. കരളിനെയും കിഡ്നിയെയും ബാധിക്കുന്നതും ബാറ്ററികളിൽ ഉപയോഗിക്കുന്നതുമായ ഒരു രാസവസ്തു പുകയിലയിൽ ഉണ്ട്. ഏതാണ് ആ വസ്തു? ചോദ്യം നോക്കുക. കരളിനെയും കിഡ്നിയെയും ബാധിക്കുന്നതും ബാറ്ററികളിൽ ഉപയോഗിക്കുന്നതുമായ ഒരു രാസവസ്തു പുകയിലയിലുണ്ട്. ഏതാണ് ആ വസ്തു? ഉത്തരം കാഡ്മിയം. ശ്രദ്ധിക്കുക. കരളിനെയും കിഡ്നിയെയും ബാധിക്കുന്നതും ബാറ്ററികളിൽ ഉപയോഗിക്കുന്നതുമായ ഒരു രാസവസ്തുവാണ് കാഡ്മിയം. ഇത് പുകയിലയിൽ അടങ്ങിയിട്ടുണ്ട്. അടുത്ത ചോദ്യം. മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ. മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ്? ഉത്തരം വരുന്നത് വധശിക്ഷ. മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ വധശിക്ഷയാണ്. മദ്യപാനം രോഗമാണ് എന്ന് പ്രഖ്യാപിച്ച സംഘടന. മദ്യപാനം രോഗമാണ് എന്ന് പ്രഖ്യാപിച്ച സംഘടന ഏതാണ്? ഉത്തരം WHO. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് മദ്യപാനം ഒരു രോഗമാണ് എന്ന് പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം ഇതാണ്. പുകവലി ബാധിക്കുന്ന ശരീരഭാഗം ഏത്? പുകവലി ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ഉത്തരം ശ്വാസകോശം. പുകവലി ബാധിക്കുന്ന ശരീരഭാഗമാണ് ശ്വാസകോശം. അടുത്ത ചോദ്യം. അമിത മദ്യപാനം ശരീരത്തിന്റെ ഏത് അവയവത്തെ ബാധിക്കുന്നു? അമിത മദ്യപാനം ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഉത്തരം കരൾ. അമിത മദ്യപാനം ശരീരത്തിന്റെ ഏത് അവയവത്തെ ബാധിക്കുന്നു? കരളിനെയാണ് ബാധിക്കുന്നത്. ചോദ്യം നോക്കൂ. ഏത് ചെടിയുടെ ഇലയാണ് പുകയിലയായി ഉപയോഗിക്കുന്നത്? ഏത് ചെടിയുടെ ഇലയാണ് പുകയിലയായി ഉപയോഗിക്കുന്നത്? ഉത്തരം നിക്കോട്ടിയാന. ഏത് ചെടിയുടെ ഇലയാണ് പുകയിലയായി ഉപയോഗിക്കുന്നത്? നിക്കോട്ടിയാന എന്ന ചെടിയുടെ ഇലയാണ് പുകയിലയായിട്ട് ഉപയോഗിക്കുന്നത്. മറന്നുപോകരുത്. ലഹരി വർജനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതി. ലഹരി വർജനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതി ഏതാണ്? ഉത്തരം വിമുക്തി. ലഹരി വർജനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് വിമുക്തി പദ്ധതി. കേരള സംസ്ഥാന ലഹരി വർജന മിഷനാണ് വിമുക്തി. വിമുക്തി മിഷൻ സംസ്ഥാന ചെയർമാൻ ആര്? കേരള സംസ്ഥാന ലഹരി വർജന മിഷനാണ് വിമുക്തി. വിമുക്തി മിഷൻ സംസ്ഥാന ചെയർമാൻ ആരാണ്? ഉത്തരം വരുന്നത് മുഖ്യമന്ത്രി. കേരള സംസ്ഥാന ലഹരി വർജന മിഷൻ വിമുക്തിയുടെ സംസ്ഥാന ചെയർമാനാണ് മുഖ്യമന്ത്രി.
മദ്യത്തിൻ്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും നിരോധനത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏത്? മദ്യത്തിൻ്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും നിരോധനത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? ഉത്തരം ആർട്ടിക്കിൾ 47. മദ്യത്തിൻ്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും നിരോധനത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പാണ് ആർട്ടിക്കിൾ 47. ആൽക്കഹോൾ എന്ന വാക്ക് രൂപം കൊണ്ടത് ഏത് രാജ്യത്താണ്? ആൽക്കഹോൾ എന്ന വാക്ക് രൂപം കൊണ്ടത് ഏത് രാജ്യത്താണ്? ഉത്തരം അറേബ്യ. ആൽക്കഹോൾ എന്ന വാക്ക് രൂപം കൊണ്ടത് ഏത് രാജ്യത്തു നിന്നാണ്? അറേബ്യൻ രാജ്യത്തു നിന്നാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം. ഉത്തരം ചണ്ഡീഗഡ്. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരമാണ് ചണ്ഡീഗഡ്. ലോകത്തിലെ ആദ്യ പുകയില വിമുക്ത രാജ്യം. ലോകത്തിലെ ആദ്യ പുകയില വിമുക്ത രാജ്യം. ഉത്തരം ഭൂട്ടാൻ. ലോകത്തിലെ ആദ്യ പുകയില വിമുക്ത രാജ്യമാണ് ഭൂട്ടാൻ. ഓർത്തു വെക്കുക, ലോകത്തിലെ ആദ്യ പുകയില വിമുക്ത രാജ്യം ഭൂട്ടാൻ. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം ചണ്ഡീഗഡ്. അടുത്തത്, കഞ്ചാവ് ആദ്യം ഔഷധമായി കണക്കാക്കുകയും പിന്നീട് അതിൻ്റെ അപകടം മനസ്സിലാക്കി 1985 ഔഷധ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ രാജ്യമേത്? ചോദ്യം നോക്കൂ. കഞ്ചാവ് ആദ്യം ഔഷധമായി കണക്കാക്കുകയും പിന്നീട് അതിൻ്റെ അപകടം മനസ്സിലാക്കി 1985 ഔഷധ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ രാജ്യമേതാണ്? ഉത്തരം അമേരിക്ക. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തത് നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ചോദ്യം സെലക്ട് ചെയ്തിരിക്കുന്നത്. ക്ലാസ് നന്നായി ശ്രദ്ധിച്ചവർക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അവരെന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് അത് രേഖപ്പെടുത്തുക. ചോദ്യം ഇതാണ്: കേരളത്തിൽ മയക്കുമരുന്ന് ശൃംഖലകളെ തകർക്കാനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പുതിയ പദ്ധതി. കേരളത്തിൽ മയക്കുമരുന്ന് ശൃംഖലകളെ തകർക്കാനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പുതിയ പദ്ധതി ഏതാണ്? അപ്പോൾ ഉത്തരം കിട്ടിയവരെന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ കമൻറ്റ് ബോക്സിലേക്ക് അത് അറിയിക്കുക. നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് ആവശ്യമെന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.